சட்டமன்ற தேர்தலில் தேவிகுளத்தில் எல்டிஎஃப்பின் தோல்விக்கு சிபிஎம் தான் காரணம் என்று சிபிஐ தெரிவித்துள்ளது. சிபிஎம் தலைவர்கள் பிஜேபிக்காக வேலை செய்துள்ளனர். தோல்விக்கான காரணம் சிபிஐ மேல் சுமத்த சிபிஎம் മുയற்சிப்பதாக സിപിഐ ദേവികുളം മണ്ഡല കമ്മിറ്റി தெரிவித்துள்ளது. ദേവികുളം മണ്ഡലത്തിൽ സിപിഎമ്മിൻ്റെ സ്ഥാനാർത്ഥി തോറ്റതിന് സിപിഐ ആണെന്ന് പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള വസ്തുതകളില്ല കാര്യത്തിൽ. അതിന് സിപിഎം തന്നെയാണ് ഉത്തരവാദി എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം. സിപിഎമ്മിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ, പ്രധാനപ്പെട്ട നേതാക്കന്മാർ സഹിതം മുൻ എംഎൽഎ എസ് രാജേന്ദ്രനെ പരോക്ഷമായിട്ട് പിന്തുണച്ചിട്ടുണ്ട് കാര്യത്തിൽ. സിപിഎമ്മിൻ്റെ സംഘടനാ പ്രവർത്തനത്തിൽ ഉണ്ടായ പിഴവുകളും കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ സംഘടനയ്ക്കുള്ളിൽ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം വെച്ചുകൊണ്ട് രാജേന്ദ്രനെ പിന്തുണയ്ക്കുക എന്നൊരു ലക്ഷ്യം ചില ആളുകൾക്കുണ്ടായിരുന്നു. അവരെല്ലാം തന്നെ പല ആളുകളും സിപിഎമ്മിൻ്റെ പ്രധാനപ്പെട്ട വോട്ടർമാർ ഈ പറയുന്ന രാജേന്ദ്രനെ വോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ അഡ്വക്കേറ്റ് എ രാജ ജയിക്കുമെന്ന് ഉറപ്പായപ്പോൾ ബിജെപിയുടെ സ്ഥാനാർത്ഥി കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ പറഞ്ഞ ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും സിപിഎമ്മിൻ്റെ നേതാക്കന്മാരും സിപിഎമ്മിൻ്റെ പ്രധാനപ്പെട്ട ആളുകളും ഇത്തരത്തിൽ ഈ എ രാജീനെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ട് അതിൻ്റെ തോൽവിയുടെ ഭാരം സിപിഐയുടെ തലയ്ക്ക് വെക്കുന്നത് ശരിയല്ല എന്നാണ് പറയാൻ സാധിക്കുന്നത്. ഇപ്പം ചിന്നക്കനാലിലെ പ്രധാനപ്പെട്ട ഒരു ലീഡർ ഞങ്ങളുടെ ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പറിനെ വിളിച്ച് ഇത്ര മണിക്ക് സഖാവ് എസ് രാജേന്ദ്രൻ വിളിക്കും, അതുകൊണ്ട് ഫോൺ എടുക്കണം, അദ്ദേഹം നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു ഒരു വിഷയം ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം വിളിച്ചു പറഞ്ഞു. ഈ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ അവരുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയെയും അവരുടെ ജില്ലാ സെക്രട്ടറി ചാർജുകാരിയായിട്ടുള്ള സഖാവ് ശൈലജ സുരേന്ദ്രനെയും ഞാൻ ആ കാര്യം അറിയിച്ചിരുന്നു. അപ്പം സിപിഎമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാവ്, പ്രധാനപ്പെട്ട വ്യക്തി തന്നെ ഇത്തരത്തിൽ രാജേന്ദ്രനുമായിട്ട് രാജേന്ദ്രൻ്റെ ഫോൺ കോൾ വരുമെന്ന് വിളിച്ചു പറയുമ്പോഴത്തേക്കും അപ്പം എന്ത് തരത്തിലുള്ള പ്രവർത്തനമാണ് ഇവിടെ സംഘടിപ്പിച്ചതിനെ കുറിച്ച് അവർ തന്നെ പരിശോധിക്കപ്പെടണം. ഇതുപോലെ പല വ്യക്തികളുമുണ്ട്. കാരണം സിപിഎമ്മിൻ്റെ പല സബ് കമ്മിറ്റി നേതാക്കന്മാരെല്ലാം പിന്തിരിഞ്ഞ് മാറി നിന്നപ്പോഴേക്കും ഞങ്ങൾ മുന്നിലേക്ക് എടുത്ത് ചാടിയപ്പോഴാണ് ചില ആളുകൾ ഇത് കണ്ടിട്ട് അസൂയായിട്ട് ഇറങ്ങി വന്ന ആളുകളുമുണ്ട് കരുതി. അതുകൊണ്ട് സിപിഐയുടെ ഇത്തരത്തിലുള്ള ഒരു കഷ്ടപ്പാട് കൊണ്ടാണ് 5000 വോട്ടിനെങ്കിലും തോറ്റിരിക്കുന്നത് കരുതി. ഇല്ലെങ്കിൽ വേറൊരു സംഭവമാണെങ്കിൽ കേരളത്തിൽ മൊത്തത്തിൽ അലയടിച്ചതുപോലെ തന്നെ വലിയൊരു തോൽവിയായിരിക്കും നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാണേണ്ടിയിരുന്നു. സഖാവ് രാജ ഒരു ആത്മാർത്ഥമുള്ള ഒരു നേതാവാണ്. അദ്ദേഹം എംഎൽഎ ആയിട്ട് ജയിക്കേണ്ട വ്യക്തിയായിരുന്നു. എന്നാൽ അവരുടെ പാർട്ടിക്കുള്ളിൽ നിന്ന് പല ആളുകളും കുത്തിയതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്, പിന്നിൽ നിന്ന് കുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു തോൽവി അദ്ദേഹം നേരിടേണ്ടി വന്നത്. എന്നിരുന്നാലും ഈ ദേവികുളം മണ്ഡലം, ദേവികുളത്ത് LDFിന്റെ സ്ഥാനാർത്ഥി തോൽക്കേണ്ടതല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ തോൽവിയെക്കുറിച്ച് സിപിഎം കൃത്യമായി പരിശോധിക്കപ്പെടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്നാൽ ഈ ദേവികുളം മണ്ഡലത്തിൽ സിപിഎമ്മിൻ്റെ ഉണ്ടായിരിക്കുന്ന സംഘടനാ പിഴവുകളെ മറച്ചു വെച്ചുകൊണ്ട് കെ രാജന്റെ പ്രവർത്തനം കൊണ്ടും റവന്യൂ മന്ത്രിയുടെ പ്രവർത്തനം കൊണ്ടും അല്ലെങ്കിൽ സിപിഐക്കാരുടെ പോരായ്മ കൊണ്ടാണ് തോറ്റതെന്ന് പറയുന്നതിൽ നാണക്കേടാണ്, അത് നന്ദികേടാണ്. നന്ദിയില്ലാത്തവന്റെ അവസാനത്തെ വാക്കാന്ന് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. സിപിഎമ്മിന് അത് തിരുത്തണം. സിപിഎം അങ്ങ് അത്ര റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നേതൃത്വത്തെ, സംസ്ഥാന കമ്മിറ്റിയെയും അവരുടെ ജില്ലാ കമ്മിറ്റിയെയും തെറ്റിദ്ധരിപ്പിക്കുന്ന റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് കാര്യത്തിൽ. സിപിഐ ആത്മാർത്ഥമായിട്ട് പണിയെടുത്തത് കൊണ്ടാണ് കേവലം 5000 വോട്ടിനെങ്കിലും തോക്കാൻ സാധിച്ചത്. ഇല്ലെങ്കിൽ വലിയൊരു തോൽവിയെ നേരിടേണ്ടി വരേണ്ടതായിരുന്നു. എന്നാൽ ഞങ്ങൾ അതിന് മാന്യമായിട്ട് പണിയെടുത്ത് ഞങ്ങളുടെ അണികളെ നേരേക്ക് നിർത്തിക്കൊണ്ട് സിപിഎം അണികൾ ഇറങ്ങിയാലും ഇറങ്ങിയില്ലെങ്കിലും സിപിഐയുടെ അണികൾ ഇറങ്ങണം, പോസ്റ്റർ ഒട്ടിക്കണം, കൃത്യമായ സ്കോഡ് വർക്ക് ചെയ്യണം, എല്ലാ തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്താണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഭയത്തോടു കൂടി തന്നെയാണ്. ഞങ്ങൾക്കറിയാം ഈ റിസൾട്ട്